നമ്മൾ ഉൾക്കാട്ടിലൂടെ ഒരു യാത്ര കേട്ടോ. ഒരു ചെറിയ ട്രിപ്പിലാണ്. ഒരു 6-7 കിലോമീറ്റർ കാടിൻ്റെ ഉള്ളിലാണ്. ഞങ്ങൾ കുറേ പകുതിയൊക്കെ എത്തിക്കണ്. അപ്പോൾ അപ്പോഴാണ് തോന്നിയത് ഒരു വീഡിയോ എടുക്കാനുള്ളത്. കണ്ടോ, ഒരുപാട് ആദിവാസികളൊക്കെ ഉണ്ട്. കണ്ടോ, വലിയ വലിയ മരങ്ങൾ, ഫുള്ള് ഉൾക്കാടാട്ടോ. ഉൾക്കാട്ടിലൂടെയാണ് പോകുന്നത്. ആനകളുണ്ട് എന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. ചാലിയാർ അതിൻ്റെ പോകുന്നുണ്ട്. ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. വണ്ടിൻ്റെ ഒരു വെളിച്ചം കാരണമാണ് ഇപ്പോൾ ഇച്ചിരിയെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നത്. ആനകളൊക്കെ ഉണ്ട്. ആനകളൊക്കെ വരുന്ന സ്ഥലമാണ്. ഒരുപാട് ആദിവാസികളൊക്കെ ഉണ്ട് അവിടെ. ബാക്കിയുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ചാലിയാറാണ് കേട്ടത്. കാട്ടിലൂടെയാണ് വരുന്നത്. നല്ല വീതി ഇവിടെയൊക്കെ. ഇവിടെ തന്നെ വയനാട്ടിൽ നിന്ന് വരുന്ന ചാലിയാറാണ്. നമ്മൾ വനത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ എത്തിയിട്ടില്ല കേട്ടോ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ. ഫുൾ കാടാണ്. ഇരുട്ടായി തുടങ്ങി ഏകദേശമൊക്കെ. നമ്മുടെ ചാനലിലെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ കാണുന്നവർ. ഇനി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണിക്കാം. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ വനത്തിൻ്റെ സെൻറ്ററിലതാക്കണ റബ്ബറൊക്കെ ഞാൻ ആകെ അത്ഭുതപ്പെട്ടോ. ഇത് ഏതാണെന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ നമ്മളെ സർക്കാരിനാണോ അതോ മറ്റേ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ ഭയങ്കര റിസ്ക് ആയിട്ടാണ് പോണത്. ഓഫ് റോഡാണ് ഫുള്ള്. സ്കൂളുണ്ടായി വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കാണുന്നുണ്ടോന്നറിയില്ല. നമ്മളെ പ്രളയത്തിൽ ഒലിച്ചെന്ന കുറേ മരങ്ങളൊക്കെ ഉണ്ട് പുഴയിൽ. ഇവിടെ കറണ്ടില്ല. സോളാറിനാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. സോളാർ പാനലൊക്കെ വെച്ചിട്ട്. ഇപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ കുറച്ചും കൂടി അടുത്തിട്ട് ആനയൊക്കെ ഉണ്ടോ നോക്കട്ടെ. നമുക്ക് കാണിക്കാം. നമ്മളെ മുന്നിൽ 2 വണ്ടി ഉണ്ട് കേട്ടോ. ഓഫ് റോഡായത് കാരണം പതുക്കെ പോകാനേ പറ്റുള്ളൂ. പിന്നെ ടിപ്പറിലാണ്. ഫോണിങ്ങനെ ഇളകുന്നുണ്ട്. ഈ സൈഡ് ഫുള്ള് കാടാട്ടോ. വയനാടാണ്. മല കഴിഞ്ഞാൽ വയനാടാട്ടോ. ഫുള്ള് റബ്ബറാണ്. ഇരുട്ടായി തുടങ്ങിയിട്ട് ഇവിടെ വണ്ടിൻ്റെ വിളിച്ചും കൊണ്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ കുറച്ചുകൂടി നോക്കാം നമുക്ക് പോയിട്ട്. ഇതൊക്കെ പ്രളയത്തിൽ ഒഴിവാക്കിയ വീടുകളാട്ടോ. ഇവിടെ നിന്ന് താമസമില്ല. പ്രളയത്തിൽ പൊളിഞ്ഞ വീടുകളാണ് ഇതൊക്കെ. ഇപ്പോഴത്തെ ചാലിയാറ് നിരന്ന് കിടക്കുന്നുണ്ട്. നല്ല ഇരുട്ടാണ്. ഇരുട്ടായി കിടന്നു. മറ്റേ 2 വണ്ടി മുന്നിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സാഹസികമായിട്ട് എന്തെങ്കിലും കാണാമെന്ന് പ്രതീക്ഷിക്കാം. ആന ഇറങ്ങുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ആന ഇറങ്ങും എന്ന് വിചാരിക്കുന്നു. കാണാം. വീണ്ടും കാടെത്തിട്ടോ. ഇനി കൂരാക്കൂരി ഇരുട്ടിലൂടെ കാട്ടിലൂടെ ഉള്ള യാത്രയാണ്. റോഡൊക്കെ വളരെ മോശമാണ്. ഓഫ് റോഡ് പോക്കാണ് പോകുന്നത്. മറ്റേ 2 വണ്ടി മുന്നിലുണ്ട്. പോകുന്നുണ്ട്. പാട്ടില്ല. പാട്ടിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പോകുന്നത്. മതി. കാട് തുടങ്ങി. ഇനി നമുക്ക് ആനകളെയൊക്കെ കാണാമെന്ന് പ്രതീക്ഷിക്കാം. സോളറിൻ്റെ
ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആനനെ കാണിച്ചു തരാം. ആന ഉണ്ട് എന്നാണ് പറഞ്ഞത്. വീഡിയോ തീരുന്നവരെ കാണാം. നോക്കാം നമുക്ക് ആന ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഫുള്ള് ഓഫ് റോഡാണ് ഗൈസ്. സീനാണ്. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും. നമ്മുടെ വണ്ടിക്ക് നല്ല വെളിച്ചുണ്ടായത് കാരണം നീല പൂവൊക്കെ ഉണ്ട് കേട്ടോ. വലിയൊരു പൂമരൊക്കെ ഉണ്ട് ഇവിടെ. കാണുന്നുണ്ടോ? യക്ഷിമരമാണെന്നാണ് ഇത് പറയണത്. ആണ്ടോ ഈ മരമാണ് കേട്ടോ. ഇവിടെ ഒരു മരമുണ്ട്. നല്ല വലിയ മരങ്ങളാണ്. മോനെ സീനാണ് ഗൈസ്. വണ്ടി ഒന്നാണ്ട് കരക്കൊക്കെ എത്തിക്കട്ടെ, എന്നിട്ട് ബാക്കി സീനുകൾ കാണിക്കാം. കൂരിട്ടിൽ കാട്ടിലൂടെ ഒരു യാത്ര. ഭയങ്കര ഇരുട്ടായി. വണ്ടിന്റെ വെളിച്ചത്തിലാട്ടെ നമ്മൾ പോണത്. അതാണ് എത്ര ക്ലിയർ. കാടാണ്. മറ്റേ 2 വണ്ടി നല്ല പോക്ക് പോകുന്നുണ്ട്. കുറച്ചപ്പുറത്തെത്തിയിട്ട് ബാക്കിയുള്ളത് കാണിക്കാം. ഭയങ്കര ഓഫ് റോഡാണ്. വലിയ മരമൊക്കെ വീണ് കിടക്കുന്നുണ്ട് ഇവിടെ മുന്നിലാട്ടോ. ഒരു 5 ആള് പിടിച്ചാൽ ആവാതെ അത്ര പോകുന്നൊരു മരം ഇരിക്കുക. ഗൈസ് നമ്മൾ ഏകദേശം എത്താനായിട്ടോ. നമ്മള് കോളിനേക്കുള്ള എംസാൻഡ് കൊണ്ടുപോവാണ്. ചാലിയാർ അത് അവിടെ വെളുത്ത് ആ കാണുന്നത് ചാലിയാറാണ്. നമ്മൾ ഏകദേശം ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്താനായിട്ടുണ്ട്. അവിടെയൊക്കെ ഇപ്പോൾ താമസിക്കുന്നത് ഷീറ്റിട്ട വീടുകളാണ്. അപ്പോൾ അവിടുത്തെ ഇപ്പോൾ ഗവൺമെൻറ് വീടൊക്കെ പാസ്സാക്കി കൊടുത്തിട്ടുണ്ട്. കറണ്ടൊക്കെ ഉണ്ട് ഇവിടെ. അവിടെ കറണ്ട് വെളിച്ചം കാണുന്നുണ്ട്. നമ്മളെ വണ്ടി നോക്കിയതാ കുറേ ആദിവാസികളൊക്കെ നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ട് വണ്ടികളൊന്നും വരാത്ത കൊണ്ട് ഭയങ്കര അത്ഭുതമായിട്ട് തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങോട്ട് എന്താണ് ഒരുപാട് ആദിവാസികളൊക്കെ ഉണ്ട്. ഇവർക്കുള്ള വീടിനുള്ള എംസാൻഡ് കൊണ്ടാണ് നമ്മൾ 6 കിലോമീറ്റർ കാടിൻ്റെ ഉള്ളിലാട്ടോ വീട് പണി നടക്കുന്നത്. അരയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഈ വീടിനുള്ള സാധനം കൊണ്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. പ്ലാസ്റ്റിക് കൊണ്ട് മേഞ്ഞൊരു വീട്ടിലാണ് ഇപ്പോൾ. 1-2 വീടുകളൊക്കെ പണി കഴിഞ്ഞതുണ്ട് കേട്ടോ. അവിടെയും വീട് പണി നടക്കുന്നുണ്ട്. ചെറിയ കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസുകളൊക്കെ കാണിച്ചു തരാം. നമ്മൾ മണലൊക്കെ തട്ടി എംസാൻഡ് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. പോട്ടെ